ഗുഡ് മോർണിംഗ് എവരിവൺ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രാവന്തിക്കയുടെ വീട്ടിലാണ്. ഇപ്പോൾ ഇത് ഓർക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്നലെ ഫുള്ള് ഓൾ മെമ്പേഴ്സ് ഈ ഹാളിലിങ്ങനെ പായിട്ട് പണ്ടത്തെ കാലം ഓർമ്മ വന്നു. സോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എണീക്കാൻ പോവാണ്. ഇന്ന് ശ്രാവന്തിക്കയുടെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സമയം 4 മണിയായപ്പോൾ തന്നെ ശ്രാവന്തികയും അരുണും എണീറ്റു കേട്ടോ. അവരെല്ലാ ദിവസവും രാവിലെ 4 മണിയാകുമ്പോഴത്തേക്ക് എണീക്കും. കാരണം പശുവിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി ചാണകം എല്ലാം മാറ്റി അതിന് ശേഷം അവരെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എന്നിട്ടൊക്കെ വേണം പാല് കറക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കുള്ള ദിവസങ്ങളിലാണ് ഞാൻ നല്ല ഏർലി മോർണിംഗ് എണീക്കാറുള്ളത്. അല്ലാത്ത ദിവസമൊക്കെ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങും. ഇവരുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതമാണേ. കറക്റ്റ് എല്ലാ ദിവസവും എണീക്കണം, എല്ലാവർക്കും പാലെത്തിക്കണം, അതിനൊക്കെ വേണ്ടി രാവിലെ എണീക്കണം. ഇപ്പോൾ പശുവിനെ 2 സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത്. കുറച്ച് പേരെ ആദ്യം ഉള്ള കുറച്ച് പേരെ എരുത്തില്ലുണ്ട്. എരുത്തില്ല് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പേരെ വീടിന് മുന്നിലും 2 പേരെ വീട്ടിന് മുന്നിലും കെട്ടിയിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെയും അവരെയും കൂടെ വീടിന് മുന്നിലും കെട്ടിയിട്ടുണ്ട്. അവിടെ മാറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് സൗകര്യമൊക്കെ ചെയ്തിട്ട് ഒരു ടാർപോളിനൊക്കെ കെട്ടിയിട്ടാണ് അവർ തൊഴുത്ത് പണിയാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഓടി നടക്കുന്നുണ്ട്. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ. നന്നായിട്ട് എന്താ പറയുക, നമുക്ക് അധ്വാനിക്കണം, നല്ല ഇതായിട്ട് നല്ല നമുക്ക് മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ അവർ നല്ലപോലെ അധ്വാനിച്ച് തന്നെയാണ് ഒരു ദിവസം കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ശ്രാവന്തികയ്ക്കാണെങ്കിൽ എന്ത് ജോലിയും ചെയ്യാനുള്ളൊരു മടിയില്ലായ്മ ഭയങ്കരമായിട്ട്. ചിലർക്കാണെങ്കിൽ അയ്യോ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല അങ്ങനെയൊക്കെ. അരുണും അതുപോലെ തന്നെ 2 പേരും കട്ടയ്ക്കാണ്. ഇപ്പോൾ അവളൊരു ദിവസം ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അരുണ് നന്നായിട്ട് മാനേജ് ചെയ്യും. അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകത്തുള്ളായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ അവൾ ഒരു ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാലും അവനത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അവൻ മാറി നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ 2 പേരും വേണം. മാക്സിമം നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കുകയും വേണം. അതാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ പശുവിനെയൊക്കെ രാവിലെ തന്നെ കുളിപ്പിച്ച്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പശുവിനെയൊക്കെ കുളിപ്പിച്ചിട്ട് ആണ് കറക്കുന്നതൊക്കെ കാണുന്നതൊക്കെ. നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ അച്ഛനൊക്കെ ഉള്ള സമയത്ത് വീട്ടിൽ ആടുണ്ടായിരുന്നു, പക്ഷേ പശുവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പാലിൻ്റെ വിഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എത്ര ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലിങ്ങനെ കിട്ടുകയാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ളൊരു എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഇവരെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് നല്ലോണം മനസ്സിലാവുക. അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചാണകം നമ്മൾ അതിലിടുന്ന ചാണകം മാറ്റി കൊടുക്കണം. അതുപോലെ അത് നിൽക്കുന്ന പ്ലേസ് എപ്പോഴും നീറ്റാക്കി വൃത്തിയാക്കി കൊടുക്കണം. അതിന് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കണം, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ 2 നേരം അവർക്ക് പാല് കറക്കണം. കാരണം രാവിലെ നല്ല ഏർലി മോർണിംഗ് കറന്നു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും പാലെത്തിക്കാൻ പറ്റുള്ളൂ. അവർ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് മിക്കപ്പോഴും വീടുകളിലേക്കാണ് പാലുകൾ കൂടുതലും കൊടുക്കാറുള്ളത്. സ്ഥിരം അവരെ കയ്യിൽ നിന്ന് പാല് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പാലെത്തിച്ചു കൊടുക്കുന്ന അരുണാണ്. രാവിലെ കറന്ന് ബോട്ടിലാക്കി, ആ ബോട്ടിലാക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു എഫേർട്ട് തന്നെ കാണേണ്ടതാണ്. കാരണം അവർ പാലെടുത്തിട്ടൊന്ന് തലേദിവസം കൊടുത്ത ബോട്ടിലൊക്കെ നല്ല ക്ലീൻ ചെയ്തു, നല്ല വൃത്തിയാക്കി, ഹോട്ട് വാട്ടറൊക്കെ ഇട്ട് ഭയങ്കര ക്ലീനാക്കി ക്ലിയറാക്കി, എന്നിട്ട് അതിന് ശേഷമാണ് അവർ ഒരു സാനിറ്റൈസ് ചെയ്യുന്ന പോലെ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് പാലല്ലെങ്കിൽ കേടായി പോവും, അപ്പോൾ നമ്മളത് കൊടുക്കുന്ന ബോട്ടിൽ വൃത്തിയായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പാല് വാങ്ങിയിട്ട് ജസ്റ്റ് അത് ബോട്ടിൽ പോലും നല്ല വൃത്തിയാക്കാണ്ടൊക്കെ തരാറുണ്ടെന്നൊക്കെ ഇങ്ങനെ അവൾ പറയാറുണ്ട്. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ വളരെ നീറ്റായിട്ടും ഭംഗിയായിട്ടൊക്കെ ചെയ്യുമ്പോഴേ
അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണേ. ചില ആൾക്കാർക്ക് ഇന്നുള്ള കാലത്താണെങ്കിൽ ചെറുപ്പക്കാർക്ക് നമുക്ക് നാട്ടിലുണ്ടെങ്കിൽ കൂടി ജോലി ചെയ്യാനൊക്കെ ഭയങ്കര മടിയും ഈസിയായിട്ട് എങ്ങനെ കാശുണ്ടാക്കാം അങ്ങനെയൊക്കെ ഇതിൽ ചിന്തിക്കുന്നവരാണ് ഇന്ന് കൂടുതലും പേര്. അധ്വാനിക്കാനൊന്നും ആർക്കും ഒരു ഇതില്ല. നമ്മുടെ നാട്ടിൽ പണിയെടുക്കണമെങ്കിൽ നമ്മൾ പറയില്ലേ ബംഗാളികൾ വേണം, അവരെ കൊണ്ടുവേണം എല്ലാ ജോലിയും ചെയ്യിക്കാൻ. വീട്ടിലൊരു ജോലിയാണെങ്കിലും പറമ്പ് വെട്ടണമെങ്കിലും അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മിക്ക ആളുകളും ബംഗാളികളാണ് ആശ്രയിക്കുന്നത്. എന്നിട്ട് പറയും നമുക്ക് ജോലിയില്ല ജോലിയില്ല ആർക്കും ജോലിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും. ശരിക്കും ഇതുപോലെയുള്ള ഫാമും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എഫേർട്ട് എടുക്കണം. പക്ഷേ അങ്ങനെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. നമുക്ക് ഈസി വേ കൂടെ എങ്ങനെയാണ് മണി ഉണ്ടാക്കാം അങ്ങനെയാണ്. ഇപ്പോൾ ശ്രാവന്തിക്ക് അവരാണെങ്കിൽ ആദ്യം ഒരു ചെറിയ രീതിയിലൊരു സ്റ്റാർട്ടപ്പ്, അതിനുശേഷം ആദ്യം ഒരു പശുവായിരുന്നു, പിന്നെ അത് 2 പശുവായി, പിന്നെ അത് 3 പേരായി 4 പേരായി. നമ്മളത് എണ്ണം കൂട്ടിയാൽ മാത്രം പോരാ, എണ്ണം കൂടുമ്പോൾ അതിൻ്റെ ജോലി ഭാരവും കൂടും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പശു വാങ്ങാനും ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ അത്ര ഇതായിട്ട് നോക്കി വേണം വാങ്ങാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്, പശുവിനെ വാങ്ങാനായിട്ട്. കാരണം വിൽക്കുന്നവർ പല തിരിമറികളും അതിൽ നടത്തും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും അത്ര സൂക്ഷ്മമോടെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് പോലെ എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒരു മടിയില്ല എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അയ്യോ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ല അവർ. അവരെല്ലാ കാര്യങ്ങളും ഇത് ചെയ്യും. അത് മുന്നേ ആയാലും അവരിതൊക്കെ തുടങ്ങുന്നതിന് മുമ്പായാലും കട്ട സപ്പോർട്ടാണ് കേട്ടോ. അരുണാണെങ്കിലും അവൾക്ക് ഏറ്റവും കൂടുതൽ കൈത്താങ്ങാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം എങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ രാവിലെ ആണെങ്കിലും ആ പശു നിൽക്കുന്ന തൊഴുത്തൊക്കെ വൃത്തിയാക്കുകയും പിന്നെ അതുപോലെ തന്നെ അതിനെ കുളിപ്പിച്ച് നല്ല നീറ്റാക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും അയ്യോ ആ പാല് കുടിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര അധികം ഒരു നമുക്കൊരു ഭയങ്കര ഉത്സാഹമായിരിക്കും. കാരണം ചിലപ്പോഴൊക്കെ ഞാൻ ഈ പശുവിൻ്റെ പാല് നമ്മൾ ഡയറക്റ്റ് വാങ്ങുമ്പോൾ ഒരു പാലിലൊരു നമ്മളൊരു മുഷിട് എന്ന് ട്രിവാൻഡ്രത്തൊക്കെ പറയുന്നത്, നിങ്ങളവിടെ എന്താ പറയണത് എനിക്കറിയില്ല, അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവും. നമുക്കത് നീറ്റല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആ ബ്രസ്റ്റൊക്കെ നീറ്റല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതൊക്കെ വളരെയധികം കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ശരിക്കും എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് പോലും ഇത്രയും ഭംഗിയായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ അത്രയും നീറ്റായിട്ടാണ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. നമുക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാവണമെന്ന് വിചാരിച്ചല്ല ചെയ്യുന്നത് വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കണം, നല്ലതായിരിക്കണം, നമ്മൾ കൊടുക്കുന്ന സാധനം പ്യുവർ ആയിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. നിങ്ങൾ ഈ പാലൊക്കെ കൊടുക്കുമ്പോൾ പാലിൽ വെള്ളമൊക്കെ ചേർക്കുമെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി ഞങ്ങൾ ചേർക്കത്തില്ല, ഞങ്ങൾ അത്രയും പ്യുവറായിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട്, നന്നായിട്ട് അവർ വന്ന് ഇതിപ്പോൾ വിലയുടെ കാര്യത്തിലായാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ കെമിക്കൽസോ അല്ലെങ്കിൽ അതൊക്കെ ചേർത്ത് വരുന്ന പാലിന് നമ്മൾ നല്ല റേറ്റ് കൊടുത്തല്ലേ വാങ്ങുന്നത്. അപ്പോൾ അത്രയും ഒരു ചാർജസും വരുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മുതലാവുന്നത്? അപ്പോൾ നമ്മൾ ഒരുപാടൊക്കെ ഇങ്ങനെ ഈടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെയും കിട്ടും, നമുക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തോളം നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ആരെയും കുറ്റം പറയാത്ത രീതിയിൽ അവർക്ക് കൊടുക്കാനും പറ്റുമല്ലോ. അങ്ങനെ അവരുടെ ഭയങ്കര ഇന്നത്തെ കാലത്ത് നമുക്ക് ആളുകളിൽ നിന്ന് കാശ് പറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ട് വളരെയധികം വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇപ്പോൾ പാല് കറന്നു വന്നിട്ടാണെങ്കിലും 2 അരിപ്പൊക്കെ വെച്ച് ആ പാല് നല്ല വൃത്തിയായിട്ട് അരിച്ച് ഇച്ചിരി പാലങ്ങനെ അരിക്കുന്ന സമയത്ത്, കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള അരിപ്പായിട്ടാണ് എനിക്ക് തോന്നി, അതിന് ഇച്ചിരി താഴെ പോവുകയും ചെയ്തു, കുറച്ച് നീങ്ങി താഴെ പോവുകയും ചെയ്തു. അതിനുശേഷം അത് പാത്രത്തിൽ നിന്ന് പകർന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് വളരെ നീറ്റായിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അവൾ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. അരുണ് രാവിലെ ഇത്ര നേരത്തേക്ക് എണീറ്റല്ലേ, ഇപ്പോൾ തന്നെ സമയം ഏകദേശം 6 മണി കഴിഞ്ഞു കേട്ടോ. ശേഷം അവൾ വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലൊക്കെ ഇങ്ങനെ ബോട്ടിലുകളിലേക്ക് ആക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ബോട്ടിലൊക്കെ നല്ല വൃത്തിയായിട്ട് സാനിറ്റൈസ് ചെയ്ത് വെച്ചു. അതിന് ശേഷമുള്ള പാലിങ്ങനെ അളവെടുത്തു അളന്ന്
അത് ബോട്ടിലുകളിലേക്കൊക്കെ ഇങ്ങനെ പകർന്നു. ശേഷം അത് എല്ലാവർക്കും ഉള്ള എല്ലാ ബോട്ടിലും നിറച്ചതിന് ശേഷം അത് കൊണ്ടുപോയി അരുണാണ് കൊണ്ടുവന്ന് എല്ലായിടത്തും എല്ലാ വീട്ടിലേക്കൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് പശുവിന് തീറ്റയും ഇതെല്ലാം കൊടുത്ത് അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്തിട്ട് വരുമ്പോൾ തന്നെ സമയം ഇച്ചിരി ആവും. അത്രയും നേരം, കാരണം പല സ്ഥലങ്ങളിലേക്കാണല്ലോ, പല ആൾക്കാരുടെ വീടുകളിലേക്കാണല്ലോ കൊടുക്കാനുള്ളത്. അപ്പോൾ അത്രയും ഒരു സമയം എടുക്കും ഇത് കൊടുത്തിട്ട് വരാനും ഒക്കെ ആയിട്ട്. വീടുകളിലേക്ക് കൊടുക്കാനുള്ള പാലുകളെല്ലാം ബോട്ടിലുകളിലായി കഴിഞ്ഞു. അതിന് ശേഷം അവളെല്ലാം ഈ കൊണ്ടുപോകാനുള്ള ഒരു ബാഗിലോട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് അവർ 2 വീലറിൽ പോയിട്ട് എല്ലാ വീട്ടിലേക്കും കൊടുക്കുന്നത്. അപ്പോൾ പലതരം ബോട്ടിലുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഒരു ബോട്ടിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാല് ചീത്തയാവും, അതുപോലെ നല്ലതുമല്ല അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രമേ ആ ബോട്ടിലുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അപ്പോൾ ചോദിച്ചു, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്താണ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. രാവിലത്തെ പുട്ട്, ഗോതമ്പ് പുട്ട്, ചിരട്ടപ്പുട്ട്, ഗോതമ്പിലുണ്ടാക്കി ചിരട്ടപ്പുട്ട്. ഇന്ന് ഗോതമ്പിലെ പുട്ട് വേണമെന്ന് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രാവന്തി ചേച്ചി ഗോതമ്പ് പുട്ടുണ്ടാക്കി. എല്ലാ ഉരുളക്കിഴങ്ങ് കറി. ഇന്നലെ പറഞ്ഞ മെയിനായിട്ടൊരു കാര്യമാണ് പുട്ടിന് ഉരുളക്കിഴങ്ങ് കറി വേണമെന്ന്. അപ്പോൾ ശ്രാവന്തി ഉണ്ടാക്കി പുട്ടിന് ഉരുളക്കിഴങ്ങ് കറിയാ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞു. സ്റ്റൂ ആണോ ചേച്ചി ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെയ്യൂ, സ്റ്റൂ അല്ല വേണ്ടത്, ഉരുളക്കിഴങ്ങ് കറിയാണ് വേണ്ടത്. ഇതാണ് കറി, എക്സാക്ട്ലി അല്ലേ? ഇതാണ് ഞങ്ങൾ പറഞ്ഞ കറി. എനിക്ക് ജാസ്മിന് അങ്ങ് ഉരുളക്കിഴങ്ങ് കറിയും ഗോതമ്പ് പുട്ടും തിന്നോളാൻ വയ്യ. പപ്പടം, ഉരുളക്കിഴങ്ങ് കറി ഗോതമ്പ് പുട്ടും വേണ്ട അല്ലെ ജാസ്മിൻ? ഉരുളക്കിഴങ്ങ് കറി ഗോതമ്പ് പുട്ടും പപ്പടം തിന്നോളാം. ഞാനും ജാസ്മിന് സുഖമായിട്ടാണ് തുടങ്ങി. അവള് രാവിലെ എണീറ്റ് എല്ലാം ഉണ്ടാക്കിയ ഒരു ബക്കറ്റ് പപ്പടം പുട്ടും, ഒരു ബക്കറ്റ് പപ്പടം, ഒരു ബക്കറ്റ് പുട്ടും, ഒരു ബക്കറ്റ് ഇനി ഇതൊക്കെ കഴിക്കണമെന്നാണ് പാവയ്ക്ക തോരൻ വെച്ച് ഉച്ചത്തേക്ക് അങ്ങനെയൊക്കെ. സോ അടിപൊളി ഉറക്കം വരുന്ന കേട്ടാ. ഒത്തിരി നാളായി പായിട്ടൊക്കെ കിടന്നുറങ്ങി, നിലത്തിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട്. നല്ലൊരു മാങ്ങ വയ്ക്കുന്നുണ്ട്, ആ മാങ്ങ ഞാൻ പറിച്ചെടുക്കും. നീ കണ്ടില്ലേ മാങ്ങ? എടുത്താ മാങ്ങ? ഇനിയിപ്പോ പല്ലൊക്കെ തേക്കട്ടെ. പുട്ട് കണ്ടിട്ട് എനിക്ക് തിന്നോളാൻ വയ്യ. സുന്ദരി മണി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ഇന്നലെ കണ്ടില്ലല്ലോ. രാവിലെ തന്നെ സാവന്തിക നല്ല ചൂടൻ കട്ടൻ കാപ്പി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഈ കട്ടൻ കാപ്പി കുടിച്ച് ഇന്നത്തെ ദിവസത്തിന് തുടക്കം കുറിക്കാം. പല്ലൊന്നും തേച്ചില്ല, മുഖവും കഴുകിയില്ല. ഉണ്ണിയമ്മ താടന്ന് കറങ്ങുന്നു ഇവിടെ കിടന്ന്. ആടിനെ കണ്ടിട്ടില്ല. ആടും കൂടി നല്ല ഭംഗിയില്ലേ നോക്ക്. ആടെന്താ വെച്ച് മോളിൽ കയറിക്കുന്നേ? ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ്. രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കാതെ മുഖം കഴുകാതെ കട്ടൻ കാപ്പി കുടിക്കുന്ന ആൾക്കാരുണ്ടോ? ചിലർ അയ്യോ പല്ലൊന്നും തേക്കാതെ എങ്ങനെ കാപ്പി കുടിക്കുന്നു എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എനിക്ക് ഇങ്ങനെ രാവിലെ എണീറ്റ് മുഖമൊന്നും കഴുകാതെ പല്ലൊന്നും തേക്കാതെ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് പിന്നെ പല്ലൊക്കെ തേച്ച് പിന്നെ അല്ലാതെ കാപ്പി കുടിക്കണം.
ഇരിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ തോന്നിയപ്പോഴത്തേക്ക് ഉടനെ പ്രജിത്ത് പറയല്ലേ, പ്രജിത്ത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. ഇനിയിപ്പോ പറയും ജാസ്മിൻ പറയും ഞാനും ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇച്ചിരി ചാണകത്തിന്റെ മണമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊന്നും ഒരു നിന്റെ മുഖത്ത് എന്താ ഫേഷ്യൽ ചെയ്തോടി? നിന്റെ മുഖത്ത് ഫേഷ്യൽ ചെയ്തോ? അവള് തീറ്റ കൊണ്ട് ഫേഷ്യൽ ചെയ്തോ അവള് മുഖത്ത്? രാവിലെ ഉപ്പിട്ട് വെള്ളം കൊടു. കഞ്ഞി വയ്ക്കാൻ പോണു ഗൈസ്. അമ്മ വലിയ തൈര് കുലുക്കാം. നല്ല സുഖമെന്ന് പറഞ്ഞിട്ട് സീമ ചേച്ചി പല്ല് തേച്ച് മുഖം കഴുകി. അല്ലെങ്കിൽ പല്ല് തേക്കണ സ്വഭാവം ഇല്ല നിനക്ക്. ഗോതമ്പുട്ടും പപ്പടവും കഴിക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് കറിയും. ചിലപ്പോ പല്ല് വെച്ചില്ലെങ്കിൽ അവള് പുട്ടും പപ്പടം ഇപ്പൊ തന്നെ പറഞ്ഞ് തരുന്നില്ല. അപ്പൊ ഇനി പല്ല് വെച്ച് തരാം. ഞാൻ വന്നപ്പോ അതവിടെ കിടന്ന് തിളച്ച് കിടക്കണം. ഞാൻ ഓഫ് ചെയ്തു. ഏതടി ചായ ഇവള് വെച്ചിട്ട് ഇവള് മറന്നുപോയി. ഇവള് 10 മണിക്കൂറാണ് ചായ. ഞാൻ കാണുന്നത് ഇങ്ങനെ ചായ തിളപ്പിക്കും, നല്ല രീതിയിൽ തിളപ്പിക്കും. 2 ദിവസമൊക്കെ ചായ തിളപ്പിച്ച് പുട്ടും കിഴങ്ങുകയും തിന്നോളാൻ വയ്യ. അവിടെ ഞാൻ തന്നെ എടുക്കാൻ കാണ്ടി. അവള് വന്നിനി ലേറ്റ് ആക്കണ്ടല്ലോ. ഞാനാരാ മോള്? പല്ലേറ്റ് എനിക്കൊരു ക്ഷമയില്ല മോളെ. തിന്നോളാം വിരിയിലെ പോലെ. ഫുഡ് കാണുമ്പോ എപ്പോഴും വിരീതാക്കുന്നതിന് അല്ലാത്ത പെണ്ണിനെ മോളെ. ജാസ്മിൻ അമ്മ അവിടെ ഇതെന്റെ സ്പെഷ്യൽ ചായ. ഇവർക്ക് ആർക്കും കൊടുക്കാത്ത ചായ. അമ്മക്ക് പൊട്ട് ഞങ്ങളാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കാര്യം പറഞ്ഞ പുട്ടും ഈ കറിയും വേണമെന്ന്. നീയല്ല. ഇതിനോടൊപ്പം തന്നെയാണ് പറഞ്ഞത്. നിന്നോട് ഫുഡ് കഴിച്ചിട്ട് എന്താ പരിപാടി? നീ മാങ്ങ വയ്ക്കുന്നു. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ കണ്ടതാണ്. അതിലെങ്ങ് പറിക്കാൻ മാങ്ങ ഉണ്ട. കറക്റ്റ് മാങ്ങ ഇല്ലേ? ഒറ്റ മാങ്ങയല്ലോ എന്ന് തോന്നുന്നു. ഞാൻ അവിടുന്നേ കണ്ടതായിരുന്നു ഈ മാങ്ങ. പറിക്കുന്നവരെ എനിക്ക് സമാധാനം കിട്ടിയില്ല ഈ മാങ്ങ. എനിക്ക് ഇപ്പൊ തിന്നുന്നില്ല. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചതാ. ശ്രാവന്തിക എന്തോ ഇതിനു വേണ്ടി നിർത്തിയിരുന്നായിരിക്കും. അത് വെള്ളം എടുത്തോ? അങ്ങ് പറിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിവിടെ കുലങ്കഷമായ ലുഡോ കളി നടക്കാണ്. കുലങ്കഷമായ ലുഡോ കളികളുമായി ഇതാ ജാസ്മിനും പ്രജിത്തും മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര ലുഡോ കളി. എടി വെട്ടത്ത് എടുത്തിട്ടോ, കൊല വെട്ട എടുത്തിട്ട് വാ. എടുത്തിട്ടാ ഓക്കെ. അവളുടെ വാഴത്തോട്ടത്തില് ഒരു കൊല വഴുപ്പിക്കുന്നു. ഇവര് ഡ്രസ്സ് അലക്കി വിരിക്കുക. ജാസ്മിനൊക്കെ അലക്കുകാരിയായി. അലക്കുകാരികളെ കാരണം ഡ്രസ്സ് ഇടാനില്ല. ഇങ്ങോട്ട് വരും എന്നുള്ള പ്ലാനിങ്ങേ ഇല്ലല്ലോ അല്ലേ? എടി മീൻകുളം നോക്കിയേ.
ഇതിനുള്ളിൽ മീനുണ്ട് കേട്ടോ, കാണുന്നില്ലല്ല. വാവ്, ഇട്ടെടുക്ക്. കിടില വെയില്, സൂപ്പർ വെയില്, അടിപൊളി. ഇവിടെ പെട്ടെന്ന് തുണി ഉണങ്ങും അല്ലേ? കിട്ടില്ല. നേരത്തെ ഇടാത്ത എന്തായിരുന്നു? ഓ, സൗന്ദര്യം, ജാസ്മിന്റെ സൗന്ദര്യം എല്ലാം പോകുന്നു. ഇവിടത്തെ ഇത്രയും പഴങ്ങൾ നോക്കി, ഇത്ര പഴങ്ങൾ വവ്വാല് തിന്നടി. എന്തടി കിളിയായിരിക്കും, കിളി തന്നെ നോക്കി, ഇത്ര നോക്കി, കിളിയായിരിക്കും. പടര പഴം തിന്നു കാര്യങ്ങളല്ലേ. അല്ല, ഞാലിപ്പൂ ചെരുപ്പ് തരുന്ന ചേച്ചി. കൂമ്പ്, വാഴക്കും എന്റെ ഈ തെറ്റിയുടെ മണ്ട രണ്ടിന്റെ കടിച്ചു കഴിഞ്ഞു. ഒരു കൊല മൊത്തം വാവല് തിന്നത്. കോഴി തിന്നത്. വാഴപ്പഴം ഒരു കൊല പോയി. സ്ത്രീ കർഷക സ്ത്രീ വിളവെടുക്കാൻ മാത്രമേ വരാറുള്ളൂ. ഇത്തവണ ഞാൻ ഇവളുടെ ഈ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഞാൻ പറയും ഞാൻ കർഷക ഇതാണ്, ഫോട്ടോ ഒക്കെ കാണിച്ച്. ഞാനിപ്പോ വിട്ടായിരുന്നു. അപ്പുറത്തുണ്ട് ചേച്ചി. അടയ്ക്കടാ. താഴെ ഉണ്ടാവും. ഇതിന്റെ അപ്പുറത്തില്ലേ, ഇതിന്റെ അപ്പുറത്ത് മുട്ടയ്ക്കാണ് വില. ഇതാണ് കരിങ്കോഴിയിലെ മുട്ട, വില കോസ്റ്റ്ലി മുട്ട. കരിങ്കോഴി ഷീപ്പ് ഉണ്ടല്ലേ, കുഞ്ഞു ഷീപ്പ്. ഇത് പ്രത്യേകം ഇതിനകത്ത് കറുപ്പാണ്. ഇല്ല, സാധാരണ മുട്ട പോലെ. പക്ഷെ കോഴിയുടെ മാംസത്തിന് കറുപ്പാണ്. നമുക്ക് താഴെ പോകാം. ഇനി താഴെ കൃഷി ഉണ്ടെന്ന് പറയുന്നത് മാറിപ്പോകില്ലല്ലോ, അറിയാൻ പറ്റുമല്ലോ. അവിടെ കൂടുകളിലല്ലാതെ ഇവിടെ കുറച്ച് ഓപ്പണായിട്ട് നെറ്റ് അടിച്ചിട്ട് ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ കോഴികളും താറാവും കൂടി മിക്സ്ഡ് ആയിട്ടാണ്. രണ്ടുപേർക്കും ഇതിനുള്ളിൽ സെപ്പറേറ്റ് കൂടുകളുണ്ട്, മുട്ടയിടാനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് കൂടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ കൂടുകളിൽ മുട്ട ഉണ്ടാവുമെന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മണ്ടയിൽ വീഴുന്നില്ലല്ലോ. വള്ളിയുടെ ഇത്തിരി പണികൾ, ഇത്തിരി പാടുള്ള പണിയാണ് തൂമ്പ എടുത്ത് വെട്ടാന്നുള്ളത്. ഇവിടെ മറ്റേ ബാഹുബലി തൂമ്പയായതുകൊണ്ട് ഇത്രയും വലിയ തൂമ്പയാണ്. ചതറിപ്പെട്ട് വെട്ടാൻ പറ്റും നമുക്ക്. ഏത് മറ്റേ നമ്മളെ തൂമ്പ, ഇത് പിന്നെ അവര് കൃഷി തൂമ്പ. പക്ഷെ വേറെ കാര്യം, ഒറ്റ വെട്ടൽ വെട്ടി കാണിച്ചു. അടുത്ത് ഇറങ്ങും അല്ലേ? ശരി, നോക്കി കുഴി അവിടെ പെട്ടെന്ന്. ഏത് മറ്റേ കാര്യം ഞങ്ങളൊക്കെ മണ്ണിലിറങ്ങി കൃഷി ചെയ്ത് തൂമ്പ എടുത്ത് നന്നായിട്ട് കുഴപ്പമില്ല. നിന്റെ കാലിനും വളം വരട്ടെ. ഫ്രണ്ട് വെട്ടിച്ചു. ആൾക്കാരത് സില ചേച്ചിക്ക് ചായ അടിക്കാൻ മാത്രമല്ല ഗൈസ്, കളക്കാനും അറിയാതെ. വലിയ പാടാണ് ഇത്.
എനിക്ക് കൃഷിപ്പണി പറ്റിയതല്ല. മേക്കപ്പും കുക്കിങ്ങും പോലെ അല്ലെങ്കിൽ ഇച്ചിരി പാടുള്ള പണിയാ. എന്നാലും ഞാൻ പിന്മാറില്ല. ഒരു കാര്യം തുണിഞ്ഞിറങ്ങിയ അതിന്റെ അവസാനം കണ്ടേ മാറുന്ന പെണ്ണാണ് ഇവള്. എടുക്കാറായില്ലേ? അവിടെ ഇത്തിരി പൊക്കി വന്നു. വേറുണ്ട് കുനു 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 എന്ന് പറഞ്ഞിട്ട്. ഗൈസ് രക്ഷപ്പെട്ടു. അയ്യോ അതൊക്കെ കളഞ്ഞ് മൺവട്ടിയൊക്കെ എടുത്ത ദൂരെ ഇത്രേ ഉള്ളൂ. ചെറുത് ഓ വലുതാമിക്കുന്നു. ഫൈനലി ഞാൻ വെട്ടിയെടുത്തു. അയ്യോ വയ്യ. ഒരു ചേന കുഴിച്ചെടുത്തപ്പോ തന്നെ എനിക്ക് വയ്യ. ചവിട്ടല്ലേ ചവിട്ടല്ലേ? ഞാൻ ചവിട്ടൂല. കാലില് മൊത്തം ചാണകം. കഴിവടി നല്ലതാ. നല്ല സുഖം. ഞാൻ കുളിക്കുന്നത് പറഞ്ഞില്ല നേരത്തെ. അയില പണ്ടുള്ള ആൾക്കാർ പറയും ആള് കൂടിയാ പാമ്പ് ചാവില്ലാന്ന്. പക്ഷെ ഞങ്ങളുടെ ഇതിൽ നോക്കണമെങ്കിൽ അല്ലേ ആള് കൂടിയാലേ പാമ്പ് ചാവുള്ളൂ. പേടിച്ചെങ്കിലും ചാവും പാമ്പ്. അങ്ങനത്തെ പഴഞ്ചൊല്ലുണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ? ആള് കൂടിയ പാമ്പ് ചാവൂല എന്നൊക്കെ പറഞ്ഞു. ഇതെന്ത് നെത്തോലിയാടി? കോന്നത്തോലിയാ? കോന്നത്തോലി. മണ്ണിൽ കുറച്ച് വെട്ടി കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടാ. എക്സസൈസ് വേണ്ട. ആ ബോഡി വേർത്ത് കിട്ടില്ല. മണ്ണിലിറങ്ങി പണിയുന്നവർക്ക് ആരോഗ്യം ഉണ്ടാവും, എക്സസൈസും ഉണ്ടാവും. സത്യമോ? എന്തുവാ മോളൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്ന ഇവിടെ അല്ലേ ജാസ്മിൻ? ഇതിന് മറ്റേ നെത്തോലി കഴിച്ചാൽ അധികം അഴുക്കില്ലേ? ഭയങ്കര കറുപ്പായിരിക്കും. ഇങ്ങനെ എടുത്താൽ മതി, എല്ലാം പോകും. അതെ. ഈ സാധനം എടുത്താൽ ഇതിലുള്ള എല്ലാ സാധനവും. അതെ. ജാസ്മിൻ പിങ്ക് കളറായി പോകാം. അവളങ്ങനെയാണ്. പിങ്കി പങ്കി പിങ്ക് മോള് കോട്ടയില് ഭയങ്കര പിങ്കിയാണ്. ഉടുപ്പ് മുഖം ഒരു പിങ്ക്. അവള് സായിപ്പ് മദാമയുടെ മോളല്ലേ? സത്യം. അവളുടെ ഉമ്മ ഭയങ്കര കളറാ. അവളുടെ ഉമ്മയ്ക്ക് ഭയങ്കര സുന്ദരിയാ, ഭയങ്കര കളറാ. ചേച്ചി സ്കിൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാവും ചേച്ചിന്. പക്ഷെ ഇവളുടെ മക്കൾക്കൊന്നും ആ ഇത് കിട്ടിയിട്ടില്ലല്ലേ? ഇവളുടെ ഇതെല്ലാം ഇവളുടെ ഇക്കയുടെ ഫാമിലിയുടെ കളർ ടോൺ ആണ് രണ്ടുപേർക്കും. അവള് ചെയ്യാത്ത ബ്യൂട്ടി ടിപ്സുകൾ ഇല്ല. അവളെ നാടൻ ടിപ്പുകൾ ഒരുപാടുണ്ട്. ഇതിനുള്ള ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ചെയ്യും, ഉമ്മ സീമ ചേച്ചി എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ചില നേരത്ത് അവൻ ജസീമ് നോക്കും സ്കിന്ന് അല്ലേ? പക്ഷെ അവൻ നോക്കി നല്ലതാ കേട്ടോ അവന്റെ ഫേസ്. നമ്മളെ കുടുംബത്തിലെ ചായ കളർ നല്ലതായിട്ടിരുന്നാ കുറച്ചുകൂടെ ഏജ് ആവുമ്പോ അവൻ നല്ല ഭംഗി. ചില നേരത്തെ അവന് തോന്നണമെങ്കിൽ അവൻ എല്ലാവരും സ്കിന്നൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ഒരു 2:00 ഒക്കെ ആവാനായിട്ട് പോകുന്നു. അപ്പോൾ അടുത്ത് ഉച്ചയ്ക്ക് ഉള്ള പാല് കറക്കാണ് അരുണ് കേട്ടോ. ഞാൻ വെളുത്തുള്ളി പൊളിക്കുന്നു. ജാസ്മിൻ ഇത് മധുരക്കിഴങ്ങ് വാങ്ങിയായിരുന്നു വന്ന വഴിക്ക്. മധുരക്കിഴങ്ങ് മുളവടിച്ചതും സൂപ്പറാണ്. വൈകുന്നേരം ചായ കുടിക്കാൻ ഏറ്റവും നല്ലതാണ്. കട്ടൻ ചായ അല്ലേ ജാസ്മിൻ?
ആദ്യം അനിയനൊക്കെ ചെയ്യുന്നത്. മുളക് സംബന്ധിച്ചുള്ള മുളക് എടുത്തിട്ടുണ്ട്. പാവയ്ക്ക തോരൻ, മീൻകറി, നല്ല നെത്തോലി മീൻകറി കേട്ടോ. മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള, ഞാൻ മാങ്ങ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല നെത്തോലി മീൻകറി, മോര് കറി. ഇതെന്താ ഉരുളക്കിഴങ്ങ് തീയല്, രാവിലത്തെ ഉരുളക്കിഴങ്ങ് തീയല്. ഇനി എന്താ അതിലെന്താ പാത്രത്തിൽ എന്താ മീൻ വറുത്തത്, അയല വറുത്തത്. മീനിൽ മാങ്ങ ഇടുമ്പോൾ ടേസ്റ്റ് അല്ലേ? പ്രത്യേക ടേസ്റ്റ് അല്ലേ മാങ്ങ ഇട്ട് വെക്കുന്നു. നെത്തോലി മീൻ മാങ്ങ ഇട്ട് വെച്ച നെത്തോലി മാങ്ങ ഇടുമ്പോ ശ്രാവന്തികയുടെ വീട്ടിൽ നിന്ന് ചെങ്ങന്നൂർ അമ്പലത്തിലോട്ട് പോവാണ്. ഈ ബ്യൂട്ടിഫുൾ സാരി തന്നത് നവമിയാണ് കേട്ടോ. നവനികം ബൈ നവമി. നല്ല കളറല്ലേ? എനിക്കില്ലാത്ത റയർ കളറാണ്. അപ്പോൾ ഇതിട്ടിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. ശ്രാവന്തിക റെഡി ആയിക്കൊണ്ട് വരുന്നു. നമ്മൾ റെഡിയായി കഴിഞ്ഞു. അവിടെ ഇച്ചിരി ചൂടുണ്ട് അകത്ത്. പിന്നെ വിചാരിച്ചു പുറത്തോട്ട് വരാൻ ഇച്ചിരി കുറച്ച് കുളിച്ചിപ്പോൾ ഇറങ്ങിയോണ്ട് ചൂടല്ലേ? ഉള്ളിൽ ഭയങ്കര ചൂട് വിചാരിച്ചു. ചേട്ടൻ വിളിക്കുന്നു. അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ആ രാവിലെ സുഖം ഉറക്കമായിരുന്നു. രാവിലെ സുഖമായിട്ട് ഇറങ്ങി. ഇപ്പോഴത്തെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ശ്രാവന്തിക റെഡിയായി വന്നില്ല. വരുന്നു. വന്നോ? ഫോട്ടോ എടുക്കാം. ഇവിടുന്ന് അടുത്തല്ലേ, പോവാലോ. മിക വന്നോണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ വിളിക്കുന്നു. അവള് ബസ്സിൽ എന്തോ വന്നോണ്ടിരിക്കുന്നുണ്ട്. ജാസ്മിന് വന്നില്ല. ജാസ്മിൻ അവിടെ നിൽക്കുന്നുള്ളൂ. കുളിച്ചിട്ടൊന്നുമില്ല. അമ്പലത്തിൽ പോയിട്ട് കുളിച്ചിട്ട് പോകാം. ലൈറ്റ് പോകുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് പോകാം. വീഡിയോ എടുക്കുന്നുണ്ട്. വ്ലോഗ് എടുക്കുന്നു. ഇവിടെ പാടത്തിന്റെ ലൈനിൽ പറഞ്ഞു. ഇപ്പൊ എനിക്ക് ചൂട് മാറിയില്ല. ഇതിനൊക്കെ വണ്ടി കിടക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ വണ്ടി കിടക്കുന്നുണ്ടല്ലോ. അത് വീട്ടുകാരുടെ വണ്ടിയാണ്.
ഇന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത്. അതിനുശേഷം തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. ഒറ്റ മതിൽ തന്നെയാണ്, അതിനുള്ളിൽ തന്നെയാണ് കൃഷ്ണൻ്റെ അമ്പലവും. നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്നേരം മിക വന്നായിരുന്നു. നാളെ കൊക്കിന് മികയുണ്ട്. അപ്പോൾ മിക അവിടെ ബസ്സിലാണ് മിക വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മികയും അവിടെ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് അവിടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പരിചയമുള്ള വീഡിയോയിലൊക്കെ കണ്ട് പരിചയമുള്ളൊരു ഫാമിലി ഒന്ന് പരിചയപ്പെട്ടു. അവർ ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ ഞങ്ങൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഇച്ചിരി ലേറ്റായി. ഞാൻ കുറച്ചുകൂടി ഇത്തിരി നേരത്തെ അമ്പലത്തേക്ക് വന്നിട്ട് പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. സ്പേസ് കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. എന്താ പരിപാടി? അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നു. നമ്മൾ മധുരക്കിഴങ്ങ് ഉച്ചയ്ക്ക് കഴിച്ച് വെച്ചില്ലേ, ഞാൻ മുളക് അടയ്ക്കുന്നു, സാവണിക, ഞാൻ ചായ ഉണ്ടാക്കുന്നു, കുടിച്ചിട്ടൊക്കെ വേണം. പെട്ടെന്ന് കഴിഞ്ഞല്ലേ ഒരു ദിവസം ഇവിടെ പോണല്ലോ. സാവന്തിക മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നൊക്കെ മധുരക്കിഴങ്ങ്. സീമ ചായ അടിക്കുന്നു. അവിടെ പോയി വാഴക്കൊക്കെ ഉണ്ടാക്കി ചായ അടിച്ചു. ഇങ്ങനെയാണല്ലോ 7, 2, 4, 6 ആയി. ഏഴെണ്ണമായല്ലോ. കപ്പെടുത്ത് 6, 7 നീലയിലും കൂടെ ആയപ്പോ 7 ആയി. മധുരക്കിഴങ്ങ് നല്ല മുളകടച്ചതും മധുരക്കിഴങ്ങ് ഇങ്ങനെ മുക്കിയിട്ട്, അതെ മധുരക്കിഴങ്ങ് മുക്കിയിട്ട് അങ്ങനെ. എന്റെ പേരയ്ക്ക കൊള്ളാം മോളെ, നീ ഇടയ്ക്ക് അതിനെ കട്ടെടുക്കുന്നു. ഞങ്ങൾ പോവുകയായി. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ്. ഹലോ ബേബി, പോട്ടെ. അങ്ങനെ ഞങ്ങൾ പോവുകയായി ശ്രാവന്തികയുടെ വീട്ടിൽ നിന്നും. എന്റെ ചെരുപ്പ് പെണ്ണേ. ശ്രാവന്തിക ചാച്ച പറയൂ. ബൈ ബൈ. ഇനി അന്നെ വെറുതെ കാണാം. യാത്ര തിരിക്കുന്നു. പോന്നാരുണേ കേട്ടാ. നീ കോഴി അധികം തിന്നു അല്ലേ?
എവിടെ രജിതാക്കാം ഇരുട്ടേച്ച് വേണ്ട കാണുന്നുണ്ടല്ലോ. നമ്മൾ പോവാണ്. അതിന് ഒരു ദിവസത്തെ ചെങ്ങന്നൂർ വാസത്തിന് ശേഷം സാവന്തികയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ലേ സാവന്തിക? ഓ മൂകതയായി. ഇന്നലെ എന്ത് രസമായിരുന്നു, അടിപൊളിയായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ആ നിങ്ങൾ എന്നെ വിളിക്കൂലല്ലോ. നിർത്തടിക്കും. ഓ പിന്നെ നാടകങ്ങള്. ബൈ ഗൈസ്, ബൈ 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 ബൈ. അപ്പോൾ ബൈ ശ്രാവന്തിക.